അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി സമയം ഇന്ന് മാർച്ച് 23, സമയം 9:49 കേട്ടോ സമയം വരുന്നത്. ഇന്ന് രാത്രി മിഡ് നൈറ്റ് കുക്കിംഗ് ആണ് ചെയ്യാൻ പോണത്. ഞാനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ക്രിസ്ത്യൻ ഇത് പരമായിട്ട് കോഴിക്കോട്ട് ഉണ്ടാക്കുന്ന ദിവസമാണ് ഇന്നത്തെ സംഭവം. കോഴിക്കോട്ടാന്ന് നമ്മുടെ അവിടെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 9:30 ആയപ്പോൾ നമ്മുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. നമ്മളിനി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഫുഡ് ഉണ്ടാക്കാൻ അമ്മ ഫുള്ള് ഇതൊക്കെ റെഡി ആവണല്ലോ കേട്ടോ. മുടിയൊക്കെ ഇട്ട് ഭംഗിയില് ചുള്ളത്തി ആവണല്ലോ. കട്ട് ചെയ്യില്ല ഉള്ള കാര്യം ഞാൻ പറയാം. ഫുള്ള് ഒറ്റ ഷോട്ടിലാണ്. ഇത് അടുക്കള ഇതുപോലെ അല്ല ഇരിക്കുക, വൃത്തികേടായിട്ട് ഇരിക്കുക. പാത്രം കഴുകാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവും. വീട് എടുക്കണമെന്ന് പറഞ്ഞാൽ റെഡിയാക്കി വെച്ചതാ. കഴിഞ്ഞ നമ്മളെ ആ കുപ്പികളിലൊക്കെ വെള്ളം വെച്ചത് അത് പിന്നെ നിറച്ച് കഴിക്കാം. ഒടുക്കത്തെ ചൂട് കഴിച്ച് തണ്ണിമത്തൻ ജ്യൂസ് രാത്രി ഇല്ലാണ്ട് തണ്ണിമത്തൻ ജ്യൂസ് ഇല്ലാണ്ട് നമുക്ക് രാത്രി കടന്നു പോകാൻ ഭയങ്കര പാട്ടാണ്. അത് ഇപ്പൊ വയർത്ത് ഒലിച്ചു തുടങ്ങി. ഇനി കുളിച്ചാലാണ് സമാധാനം കിട്ടുള്ളൂ. അപ്പൊ കുക്കിംഗ് ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മയും ജോഹനും പിന്നീട് നിൽക്കുള്ളൂ. അവര് മിണ്ടില്ല. പിന്നെ തണുത്ത വെള്ളം കുടിക്കാം. കുപ്പികള് നമുക്ക് രാത്രി തണുത്ത വെള്ളം നിറച്ച് വെച്ചാലാണ് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടാ. വയ്യ പിന്നെ ചെയ്യാം. നമുക്കിപ്പോ കോഴിക്കോട്ട് ഉണ്ടാക്കണത് ചെയ്യാം. കോഴിക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ടാണ് സംഭവം? അമ്മയ്ക്ക് കൊടുക്കാട്ടാ. കോഴിക്കോട്ട എന്താണ് സംഭവം? ഫുള്ള് ഇന്ന് രാത്രി ഷൂട്ട് ചെയ്യണത് ഐഫോണിലാണ്. കോഴിക്കോട്ട എന്താണ് അതിന്റെ ഉത്ഭവം? നമ്മുടെ ലാസറും വീഡിയോ സംഭവം വീഡിയോ ആരും കാണില്ല, പക്ഷെ കുടുംബക്കാരെല്ലാരും കാണും. മണ്ടത്തെ അല്ലടാ ഈശോക്ക് അപ്പൊ സ്റ്റാറ്റസ് ഇട്ടത് വായിച്ചില്ലേ നീ? ഈശോക്ക് സഹോദരിമാര് ഉണ്ടാക്കി കൊടുത്ത പലഹാരം അതാണ് ഇത്. അപ്പൊ ഇന്ന് എന്താ കർത്താവിന്റെ അവസ്ഥ എന്താ? ഇന്ന് കുരിശില് എന്താ നീ ക്രിസ്ത്യാനിയല്ലേ? അല്ല ഇവൻ ക്യാമറ ആക്കണ ഓരോ കോപ്രായങ്ങളൊന്നും കാട്ടില്ല. ഇവൻ അമ്മോട് സംസാരം ഇതിങ്ങനെ കാട്ടും അല്ലേ? ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇവനെ സംഭവം കേട്ടോ. ഇവൻ ഭക്ഷണം കഴിക്കണത് ഒന്നും എടുക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. സുന്ദരക്കുട്ടവനായിട്ട് റെഡി ആയിട്ട് അത് വേണ്ട. അപ്പൊ സംഭവം എന്താണ്? കർത്താവിന് മറിയത്തിന്റെ എല്ലാരും കൂടി ഉണ്ടാക്കി കൊടുത്തൊരു അപ്പം അല്ലേ, ഒരു പലഹാരം. ഇന്ന് ആ ദിവസമാണ്. ദുഃഖ വെള്ളിയാഴ്ചക്ക് ഒരാഴ്ച മുന്നേ, ഓശാന ഞായറാഴ്ചക്ക് ഒരാഴ്ച മുന്നേ. ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കണത് നമ്മളിപ്പോ അരിപ്പൊടി അല്ലേ, അരിപ്പൊടിയില് വെള്ളം എല്ലാം മിക്സ് ചെയ്ത് ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് കോഴിക്കോട്ട് ഉണ്ടാക്കാം. ഞാൻ പിടിച്ചു തരാം, ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയണ്ട. കണ്ട, ഞാൻ പിടിച്ചു കൊടുക്കുക ഗൈസ്. ഞാൻ പിടിച്ചു കൊടുത്തിട്ട് കോഴിക്കോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൂടുവെള്ളത്തില്. അതുകൊണ്ട് കുറച്ച് നമ്മള് എന്തുണ്ടാക്കാൻ, കോഴിക്കോട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കും. ബാലൻസ് പീച്ചാമ്പൊടി ഉണ്ടാക്കാൻ അല്ലേ? പീച്ചാമ്പൊടി കോഴിക്കോട്ട് ഉണ്ടാക്കണതിന്റെ മെയിൻ പ്രത്യേകത ഇത് അതിന്റെ ഉള്ളിലേക്ക് ഇടും കേട്ടാ. ഈ ഒരു സംഭവം അതിന്റെ ഉള്ളിലേക്ക് ഇടും. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു പാത്രമാണ് കേട്ടാ. ഇതില് തേങ്ങയും പിന്നെ എന്തിട്ടുള്ളതില് തേങ്ങയും ശർക്കരയും, തേങ്ങ, ഏലക്കായ, ശർക്കര എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു മിശ്രിതമാണ് ഗൈസ് ഈ സംഭവം കേട്ടോ. ഇത് നമ്മൾ ഇതില് ഉണ്ട പിടിച്ചിട്ടാണ് ചെയ്യുക. രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്നാക്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ചൂടുകാലത്ത് അതൊന്നും പറയണ്ട. ഞാൻ 8 മണിക്ക് എനിക്ക് വിശന്നു, അപ്പൊ സൊമാറ്റോയില് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വരുമോ? കഴിക്കാൻ വരും അല്ലേ? ഞാൻ സൊമാറ്റോയില് 8 മണിയായപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് എന്തോ ഒരു ചാട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി വിശന്നപ്പോൾ ഓർഡർ ചെയ്തതാണ്. ആൾക്കാരില്ലാത്ത കാരണം സൊമാറ്റോ ഡെലിവറിക്കാരൻ 2 ഓർഡറും ഒരുമിച്ച് എടുത്തു. എനിക്ക് 9 മണിക്ക് മുന്നേ എത്തേണ്ട ഓർഡർ 9:15, 9:20 എത്തി കേട്ടോ. ഏകദേശം 3/4 മണിക്കൂർ നേരെ എടുത്തു. എനിക്കറിയാവുന്ന ഭാഷയിൽ ചീത്ത പറഞ്ഞു അവരെ, എന്നിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ ഫുഡ് കഴിച്ചതാണ്, കുറച്ച് ഫുഡ് കഴിച്ചതാണ്. ഇതാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നീ തന്നെ കഴിച്ചോ. അനിയൻ ഉണ്ടില്ല കേട്ടോ. അനിയൻ സംസാരിക്കില്ല അധികം. നിങ്ങളാരും അവനെ സംസാരിക്കാൻ താഴെ കമന്റ് ചെയ്തിരിക്കും കേട്ടോ. ഫുഡ് കഴിക്കണത് എടുത്താൽ കുഴപ്പമുണ്ടോ? ചട്ടി
ചട്ടി എല്ലാവരുടെ വീട്ടിലുണ്ടാവണത് അമ്മ, കുഴപ്പമില്ല. എല്ലാവരുടെ വീട്ടിലും ചട്ടി ഉണ്ടാവും. ചട്ടി കണ്ടോണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്നാ കഴിച്ചു. എന്നിട്ട് നമ്മളന്ന് അമ്മയ്ക്ക് ഞാൻ വാങ്ങിയെന്ന് ഓർമ്മയുണ്ടാ? ഒരു സാധനം ചാട്ട്, ഈ സാധനം ചാട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് സമൂസയും ഉള്ളതാ, വെജാണ്. അല്ല ഈ സാധനം എന്നിട്ട് ഉരുളക്കിഴങ്ങാ? ഇത് ഇതാണ് നോൺ വെജ് അല്ല, ചിക്കൻ അല്ല. ഞാൻ അമ്മ അനിയനും 50 ദിവസത്തെ നോയമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയുണ്ട്. എന്റെ മോളെ നീ കഴിച്ചിട്ടുണ്ട്, മണത്തോക്കണല്ലേ നീ? അടിപൊളിയല്ലേ? എന്തേ ഇഷ്ടപ്പെട്ടാ? ടേസ്റ്റ് ഇല്ല? ഇഷ്ടല്ല. ഭയങ്കര ഇതാ ബിരിയാണി ഇഷ്ടപ്പെടില്ല. തൈരും മറ്റേ ഇതുമാണ്, സമൂസയുടെ പോലത്തെ എന്തൊരു ഐറ്റം ആണ് ഇതിരിക്കണത്. മതി കേട്ടോ, ഇനി ഞാൻ കഴിക്കട്ടെ. കഴിക്കണം. സോ ഇത് മിക്സറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ട്. ചാട്ട് സംഭവമാണ്. സംഭവം അടിപൊളിയാണ്. എനിക്ക് വേണ്ടിട്ട് ചാട്ട് മസാലയാ? ചാട്ട് ഞാൻ വീഡിയോന്റെ ഒരു കൊടുക്കാം. സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ട്. മധുരമുണ്ട്, പുളിയുണ്ട്, ചാട്ട് മസാല, തൈരുണ്ട്, അതുണ്ട്. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. ഇതെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ നോക്ക്. നമുക്ക് സ്നാക്സ് ആണ് ഗൈസ്. ഇത് അമ്മ കഴിച്ചിട്ടുണ്ട്. മറ്റേ ബണ്ണും തുറന്നേടാ. അതന്നെ. നീ കഴിച്ചിട്ടില്ലേ? പാവോജി കഴിച്ചിട്ടില്ലേ? അതെ, ഇവിടെ പൊളിക്കാനുള്ളതുണ്ട്, സൗകര്യം ഉണ്ട്. ഇത് ഇതില് മുക്കിയിട്ട് കഴിക്കാനുള്ളതാ. സത്യം പറയുകയാണെങ്കിൽ രാത്രി എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ ഞങ്ങളുടെ പരിപാടി കേട്ടാ, അമ്മയും മക്കളും ഇതാ പരിപാടി. കള്ളത്തീറ്റ നമ്മള് എപ്പോഴും ചെയ്യാറ്, എപ്പോഴും ഒന്നുമില്ല. ഞാൻ ഇപ്പൊ എനിക്കൊരു ചെറിയ പീസ് നീ കഴിക്കാന്നാ, നീ കഴിക്കും. കോഴിക്കോട് ഉണ്ടാക്കാൻ ഉണ്ട പിടിച്ചാ പോരാ, ഉണ്ട പിടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചുതരാം. ഇത് പിന്നെ എത്ര പാടുള്ള പണി ഒന്നല്ല കേസ്. ചൂടാണ് സഹിക്കാൻ പറ്റാത്ത. എന്നിട്ട് അതിലേക്ക് മുക്കി ഒരു പീസ് അങ്ങോട്ട്. ഈശോ, എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ഇനി അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ കഴിച്ചു നോക്ക്. കഴിച്ചിട്ടുണ്ട് അത് അന്ന് പോയി കഴിച്ചിട്ട് അമ്മ ഫുള്ള് കഴിച്ചത്. ഇത് കഴിച്ചിട്ടല്ല നിങ്ങക്ക് വയറിന് പറ്റാണ്ടായി എന്ന് പറഞ്ഞത്. എന്തോന്നത് മുഴുവൻ വായിൽ വെച്ച് എടുത്ത് ചെറിയൊരു ഇതല്ല കൊടുക്ക. അടിപൊളിയല്ലേ? ഇത് ഇങ്ങനെ ഒരു ഇത് കൊടുക്ക. നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് അല്ലേ? കുറച്ചുകൂടി പിഴിഞ്ഞോ? വേണ്ട, ഓവറാവും ചിലപ്പോ. കുറച്ച് വെച്ചോ, മതി. ഇപ്പൊ രാത്രി കള്ളത്തീറ്റയ്ക്ക് ഒരു അറുതിയായി. ഞാൻ കുറച്ച് ചോറുണ്ടല്ലോ, വയറ് പറഞ്ഞപ്പോഴേക്കും ഇത് തുണി കഴിക്കുമ്പേ. ഇനി ഞാൻ പാത്രം പിടിച്ച് സഹായിക്കുന്നുണ്ട് അമ്മ. ഞാൻ വേണമെങ്കിൽ ഇട്ട് തരാം. ഞാൻ ഇട്ട് തരാം. ഇവര് കുറച്ചായിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളില്. അത്ര ഇട്ടോ. അമ്മാമ്മ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ശർക്കര ഇട്ടുണ്ടോന്ന് തന്നെ അറിയില്ല. ഭയങ്കര കുറച്ചിട്ടുള്ളൂ അമ്മാമ്മയൊക്കെ. അപ്പൊ ഇത് നോട്ടത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീച്ചാമ്പൊടി ആക്കി മാറിയിടാം. പീച്ചാമ്പൊടി ഇത് വെറുതെ കൈ ഞാൻ കഴുകിയതാ. ഓ ചൂടുണ്ടല്ലോ ഇത്. ജസ്റ്റ് ഇങ്ങനെ പീച്ചും തേങ്ങ ഇടും. അങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇരിക്കണ്ട. കൈ കൊണ്ട് പീച്ചിയ പോലെ ഒരു ഷേപ്പിലാണ് ഇരിക്കുക പീച്ചാമ്പൊടി. എന്നിട്ടാ പറഞ്ഞ കാര്യമില്ല, അത് യൂസ്ഡ് ആവണം. നിനക്ക് തോന്നിയില്ലേ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ അത് തന്നെ അധികം സംസാരിക്കാത്തത്. ഞാൻ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം എന്റെ മെക്കിട്ട് കയറും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇത് എല്ലാവർക്കും തോന്നണ കാര്യം തന്നെയാണ്. അമ്മയുടെ സംസാരത്തിൽ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടെ. എനിക്ക് തോന്നിക്കുന്നുണ്ട്. അല്ല, അത് അമ്മേനെ നേരിട്ട് അറിയണവർക്ക് അറിയുള്ളൂ. അല്ലാത്തവർക്ക് നോർമലായിട്ട് സംസാരിക്കണ പോലെ തോന്നും. അപ്പൊ ഞങ്ങള് ചൂടെടുത്തപ്പോ ഫാൻ്റെ അടിയിൽ വെച്ച് നടക്കുകയാണ്. 2 കുപ്പി വെള്ളം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാറ്റ് കൊണ്ട് ചൂടൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വെള്ളം നിറയ്ക്കാം. ഡാനി ഇത് അവിടെ മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട് ഗൈസ്. മിഡ് നൈറ്റ് കുക്കിംഗ്. ഇതാണ് മിഡ് നൈറ്റ്. അമ്മ കുക്ക് ചെയ്യും, ഞങ്ങള് നോക്കിയിരിക്കും. അങ്ങനെ പറയരുത്, ചട്ടി പിടിച്ചെന്നു. ഇനി ഞാൻ
ഈ സാധനങ്ങളൊക്കെ ആദ്യം ചോറ് കറികളൊക്കെ അത് ജോഹിൻ കൊണ്ടുപോയി, ഞാൻ വെള്ളം നിറച്ചു. ജോഹിനാ കൊണ്ടുപോയിക്കടാ. അങ്ങനത് അമ്മ ഇത് ഫുള്ള് ഉണ്ടേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. കോഴിക്കോട്ടെ ആക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടത് എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്? ആകെ 10 എണ്ണങ്ങളോ അല്ലേ? 10-15 ഉണ്ടാവും കേട്ടോ. ഇന്നാണ് ശരിക്കും കഴിക്കേണ്ടത്, 23-ാം തീയതി. ഇന്നും നാളെയും ഒരു ഇതിൽ വെച്ച് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ നമ്മളിത് ഇവിടെ വെച്ച് സാധനം ഒരു ഉണ്ടോ ഇപ്പൊ കത്തിക്കല്ല ഒരു ഉണ്ട്. ഇപ്പൊ ഇവിടെ വെച്ച് സാധനം ഇത് ഉണ്ടാക്കാനുണ്ടാ. കോഴിക്കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പീച്ചാമ്പൊടി ഉണ്ടാക്കണല്ലോ. പീച്ചാമ്പൊടി ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ കുഴച്ചില്ല, ആരും കഴിക്കൂല. പിന്നെ ഇത് വേണ്ട കേട്ടാ. ജോഹിൻ അവിടെ അനിയൻ ഫുള്ള് കഴിച്ച് ഫുള്ള് ഇത് ചെയ്ത് കുരിശ് വെച്ചാ. അതെ, ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട്ട രാത്രി കേട്ടാ. മിഡ് നൈറ്റ് ക്രേവിങ്സ്, മിഡ് നൈറ്റ് കുക്കിംഗ് പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. രാത്രി പരിപാടികൾ ചെലവേറിയ പരിപാടിയാണ്, എന്നാലും പുറത്തത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയത് ഗ്യാസ് ഓൺ ചെയ്ത് സാധനം വെക്കും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾക്കുള്ള മെയിൻ പണി കേട്ടാ. 10:30 അമ്മ ഇനി പോയി കിടന്നുറങ്ങാൻ പോവാണ്. ഇനി ഇത് വേവണ വരെ ഞങ്ങൾ കാത്തിരിക്കണം കേട്ടാ. ജോഹിൻ പഠിക്കാൻ പോവും, ഞാൻ ഓസ്ലർ സിനിമയുണ്ട് അത് കാണാൻ പോകും കേട്ടാ. അപ്പൊ ഇനിയിപ്പോ അരമണിക്കൂർ എന്തായാലും എടുക്കില്ലേ വേവാൻ? മാക്സിമം ഒരു അരമണിക്കൂർ ഇല്ലേ? അപ്പൊ ഇത് വേവാൻ വെക്കാം കേട്ടോ നമുക്ക്. സമയം ഇപ്പോൾ 11:15 ആവണോട്ടാ. സാധനം ഇവിടെ അതേ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല ചൂട് സാധനമായിട്ടുണ്ട് കേട്ടാ. ഇപ്പം എന്തായാലും കഴിച്ചാൽ ശരിയാവില്ല. നമുക്കിത് നാളെ എല്ലാവരും ഒരുമിച്ച് കഴിക്കാം കഴിച്ചു, അതാണ് രസം. ഒറ്റയ്ക്ക് കഴിച്ചാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് തലൂസം ഉണ്ടാക്കി വെച്ച് എന്നുള്ളൂ കേട്ടോ. നാളെ കാലത്തത്തെ ഒരു പലഹാരമായിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ രാത്രി 11 മണിയിലത്തെ കുക്കിങ്ങും ഉടായ്പ പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഇന്ന് ഇതേ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ കേട്ടോ. കിച്ചൺ ക്ലോസ്. ഇനി നാളെ കാണാം ഗൈസ്. സമയം 8:30 മണിയായി. അനിയൻ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായി, ഇന്നലെ നേരത്തെ പോയി കിടന്നുറങ്ങിയില്ലേ? അമ്മ ദേ ഇവിടെ ഉണ്ട്, അമ്മാമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ദേ ഇവിടെ. അയ്യോ, ഇതിന്റെ ബാക്കിയുള്ളതൊക്കെ എവിടെയാ? കുറച്ച് നേരം വൈകി പോയി ഗൈസ്. എനിക്ക് ഇതിന്റെ ബാക്കിയുള്ളത് എവിടെയാ? നോക്കണ അതിന്റെ അടിയിലുണ്ടോ? 8:30 നേരം വൈകി എണീറ്റതാണ്. വീട്ടിൽ 5 പേരുണ്ട്, 10 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. വീട്ടിൽ 5 പേരുണ്ട്. കുറച്ച് നേരം വൈകി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്. ഇതിലെത്താനുണ്ടാ 3 എണ്ണം ഉണ്ട്. ഇട്ലയിൽ വലുത് തന്നെ നോക്കിയെടുക്കാം കേട്ടോ. അതേ കുരിശൊക്കെ ശരിക്കും എന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിണ്ട്. ഡാഡി കഴിക്കണ്ടായിരുന്നു. ഇതാണ് കോഴിക്കോട്ട. നീ കഴിച്ചാ? അടിപൊളിയല്ലേ? ഞങ്ങൾ അന്ന് തന്നെ കഴിക്കാറ്. പിറ്റേ ദിവസം കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നോർമലി അന്ന് തന്നെയാണ് കഴിക്കാറ് അല്ലേ? ഒരുണ്ട് നോർമലി നമ്മൾ ഈ സാധനം അന്ന് തന്നെയാണ് കഴിക്കാറ്. പക്ഷെ താറ്റ വീഡിയോ അപ്പ താറ്റ കാട്ടും. എന്തിനാന്ന് എനിക്കറിയില്ല. ചോട്ടാ മുംബൈയില് പോണ്ട ഒരു രക്ഷയായി. അപ്പൊ അതവിടെ ഇരിക്കുന്നുണ്ട്. ഇതാരും വാങ്ങിക്കൊണ്ടേ അന്ന് കാലത്ത് വെള്ളപ്പം ഇവിടെ നല്ല കാര്യം. ആ ഓട്സ് കഴിക്കണ്ട, വെള്ളാപ്പം കഴിക്കാം. നല്ല ചൂട് വെള്ളാപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഓശാനങ്ങാറ് കഴിഞ്ഞു. ഓശാനങ്ങാറുള്ള മറ്റേ കുരുത്തോല എന്നാണോ? ഇന്നാണോ കേട്ടോ? കുരുത്തോല കൊണ്ടുവന്നാ? എവിടെ? ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടാ. കുരുത്തോല കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് കുരിശുണ്ടാക്കാൻ അറിയോ? ജോഹനാളിയാടാ കുരിശുണ്ടാക്കാൻ? എവിടെ? ഫോണിലാണ്. കാലത്ത് 8 മണിക്ക് തന്നെ. അത് കഴിച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഇതുകൊണ്ട് നമ്മൾ കുരിശുണ്ടാക്കിയിട്ട് രൂപത്തിൻ്റെ അവിടെ വയ്ക്കട്ടെ. കുരുത്തോല പെരുന്നാള് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്. കുരുത്തോല പെരുന്നാള് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളായിട്ട്
ഞാൻ പള്ളിയിൽ പോവാറുണ്ട് ഗൈസ്, പള്ളിയിൽ പോവാറുണ്ട്, എനിക്കറിയാം. അപ്പൊ ഇന്ന് അപ്പൊ എല്ലാ പള്ളിയിലും അത് ആഘോഷമാണ് ഗൈസ്, എനിക്കറിയാല്ല, ഞാൻ പോവാറുണ്ട് പള്ളിയിലേക്ക്. അപ്പൊ അമ്മ ഇവിടെ ഇത് രണ്ടാമത്തെ കുർബാനക്ക് പോയി അതൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ശരി ഗൈസ്, ഇതൊന്നും ഇടണ്ടേ? വീണ്ടും തുടങ്ങി താറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വ്ളോഗുകൾ ഉണ്ടാവും. കാരണം നൊയമ്പ് കഴിഞ്ഞു, അനിയൻ്റെ എക്സാം കഴിഞ്ഞു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ട് വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. സ്പെഷ്യൽ വീഡിയോസ്, സ്പെഷ്യൽ ഡെയിലി വ്ളോഗുകളും കാര്യങ്ങളായിട്ട് വരും. അടുത്ത വീഡിയോ കാണാമല്ലോ. വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ ഒന്ന്. നിർത്താം. ശരി, അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ബൈ.